സർക്കാരിൻ്റേത്. പീഡനക്കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ച് കോടതി. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ എത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തി. ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിജിത KP ഉണ്ട് വിവരങ്ങളുമായി. വിജിത, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു നടപടികൾ? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ തഹാവൂർ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു കാര്യം NIA വൃത്തങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നതും. റാണയുടെ ചിത്രം പുറത്തുവിട്ടാണ് NIA ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും റാണയെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ എത്തിക്കുന്നത്. അവിടെ വെച്ച് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നതും. ആരോഗ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും അതുപോലെ തന്നെ NIAയും NST വിങ്ങുമാണ് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ആരോഗ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ റാണയ്ക്ക് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഈ റാണയെ എത്തിച്ചിരുന്നത് ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലാണ് ഇനി റാണയെ NIAയുടെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾക്കെല്ലാം ശേഷം ഇനി തിഹാർ ജയിലിലേക്ക് മാറ്റും എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും 2 IG, ഒരു DIG, ഒരു SP എന്നിവരടങ്ങിയ സംഘമാണ് ഈ ഒരു NIAയുടെ 12 അംഗ സംഘത്തിലുള്ളത്. ഇവരാണ് റാണയെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റാണയെ ഡൽഹിയിൽ എത്തിച്ചതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിരുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ 100-ലധികം പോലീസുകാരെ അടക്കം സ്ഥലത്ത് വിന്യസിച്ച കാര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ പോലീസ് സേനയും എടുത്തിട്ടുണ്ടായിരുന്നു. റാണയെ ഉടൻ തന്നെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ള ഒരു കാര്യമാണ് പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളെല്ലാം തന്നെ കോടതിയുടെ പരിസരത്തെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകരെല്ലാം തന്നെ കോടതിയിൽ എത്തിയിട്ടുമുണ്ട്. അഭിഭാഷകരെ നിയോഗിച്ച് തഹാവൂർ റാണയ്ക്കായി ഹാജരാവുന്നത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള പീയൂഷ് സച്ദേവാണ്. അഭിഭാഷകനെ ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുമാണ്. എന്തായാലും മുതിർന്ന അഭിഭാഷകരെല്ലാം തന്നെ NIAക്ക് വേണ്ടിയും ഇവിടെ ഹാജരാകുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ ഒരു കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ NIA എന്തായാലും റാണയെ 30 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ എന്തായാലും നൽകുന്നുണ്ടായിരിക്കും. കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്. NIA റാണയ്ക്ക് വേണ്ടി കസ്റ്റഡി ആവശ്യപ്പെടും എന്നുള്ള കാര്യം അറിയുന്നുണ്ട്. എന്തായാലും NIAക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നരേന്ദർ മൻ ഹാജരാകുന്നുണ്ട്. 2019 ഈ ഒരു പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായിട്ടുള്ള തഹാവൂർ റാണയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ആവശ്യപ്പെടുന്നത് റാണയെ. എന്തായാലും ഇപ്പോൾ വലിയൊരു വിജയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇത്രയും കാലത്തെ ഒരു ശ്രമത്തിനെല്ലാം ശേഷം റാണയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് വലിയ കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം തന്നെ കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിലൂടെ എല്ലാം പുറത്തു വരും എന്നുള്ളൊരു കാര്യമാണ് NIAക്ക് ഇക്കാര്യത്തിൽ NIA ഉറപ്പ് നൽകുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിലൂടെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയുന്നുണ്ട് കാളിദാസ്. ശരി, മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിരവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. തുടർന്നുള്ള കസ്റ്റഡി അപേക്ഷയടക്കം തിഹാർ ജയിലിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറുകളിലെല്ലാം കൂടുതൽ വിവരങ്ങളും അതോടൊപ്പം തന്നെ എത്ര നാൾ കസ്റ്റഡി അപേക്ഷയുണ്ടാകും, ചോദ്യം ചെയ്യൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. വിജിത KP ആണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല ആസ്ഥാനത്ത് വൻ സംഘർഷം. സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയാഹ്ലാദത്തിനിടെ KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. ലാത്തിചാർജിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമാണ്